ഇതാണ് ഐഫോൺ 14 Pro. ആദ്യത്തെ ചോദ്യം തന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് ഈ ഫോൺ വർത്താണോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലുമില്ല. 1.5 ലക്ഷം രൂപയ്ക്ക് ഈ ഫോൺ ഒരിക്കലും വർത്തില്ല. പക്ഷേ ഒരു കൺസ്യൂമറിന് മാർക്കറ്റിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഇൻ ക്വാളിറ്റി ഐഫോൺ അല്ലെ ഒരു ഫോൺ ഇൻ ജനറൽ ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര റിച്ചാണ്, നിങ്ങളുടെ കാശുണ്ട്. ഇഫ് യു ആർ ബൈയിങ് ഐഫോൺ ഫോർ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ക്യാമറ, ദിസ് ഈസ് ദി ബെസ്റ്റ്. ഇതിന് വെല്ലാം വേറൊരു സംഭവമില്ല. അതുകൊണ്ട് സ്ട്രൈറ്റ് അവേ യു ക്യാൻ ഗോ ബൈ ഇറ്റ്. പക്ഷേ വേറൊരു കാര്യം, നമുക്കിതിനെക്കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഐഫോൺ മേടിക്കുന്നു, അല്ല ഐഫോൺ മേടിക്കാനുള്ള ഫസ്റ്റ് ആൻഡ് സ്ട്രോങ് ബൈയിങ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഐഫോണിൻ്റെ 14 Pro A16 ബയോണിക് എന്ന് പറഞ്ഞൊരു ചിപ്പ് സെറ്റാണ്. അതൊരു 5 നാനോമീറ്റർ ആയിട്ടുള്ള ബില്യൺസ് ട്രാൻസിസ്റ്റേഴ്സ് ഉള്ള അടിപൊളി ചിപ്പ് സെറ്റാണ്. അതിൻ്റെ GPU പെർഫോമൻസും അതിൻ്റെ കൂടെ 6 GB റാമും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വാട്ട് യു ഗെറ്റിംഗ് ഇസ് ഭയങ്കര ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഫ് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സ്നാപ്ഡ്രാഗൺ ചിപ്പ് സെറ്റൊക്കെ അതിൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ട് പെർഫോമൻസ് വൈസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് വൈസ് iOS എപ്പോഴും വെൽക്കമിങ് ആണ്. ആൻഡ് iOS ഇസ് എ പ്ലാറ്റ്ഫോം മെയ്ഡ് ഫോർ ഐഫോൺ. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്. സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം എഫിഷ്യൻസിയാണ്. ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇസ് റിയലി നൈസ്. പിന്നെ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വരുന്ന ഈ സോഫ്റ്റ്വെയർ കാര്യത്തിൽ വരുന്ന ഐഫോണിൻ്റെ ഫിലോസഫിക്കലി കുറേ ചേഞ്ച് ഉണ്ട്. കാരണം കൺസ്യൂമേഴ്സിന് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സിന് അവരുടേതായ വിഡ്ജറ്റ് ആഡ് ചെയ്യാനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഫ്ലെക്സിബിലിറ്റി ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. രണ്ടാമത് നമുക്ക് അതിനെക്കുറിച്ച് വരുമ്പോൾ ഈ ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് റിസൾട്ട്സ് ഇൻ ഹൈ ബാറ്ററി കൺസപ്ഷൻ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ കേസ്. ഇവിടെ ഓരോ ട്രാൻസിസ്റ്റേഴ്സും ആറ്റം സ്പേസിലും അങ്ങനെ എന്തോ ഒരു ആറ്റം എനിക്ക് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സ്പേസിലാണ് ഓരോ ട്രാൻസിസ്റ്റേഴ്സും പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുമ്പം ഈ ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ക്ലോസ്ലി സ്പേസ്ഡാണ്. അത് റിസൾട്ട് ചെയ്യുന്നത് എന്താ? അത് റിസൾട്ട് ചെയ്യുന്ന ഭയങ്കര മാക്സിമം എഫിഷ്യൻസി. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് എനിക്ക് 2800 അങ്ങനെ എന്തോ മില്യൺ പവറാണ്. പക്ഷേ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇസ് 7+ hours സ്ക്രീൻ ഓൺ ടൈമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വെരി എഫിഷ്യൻറ്റ്. സോഫ്റ്റ്വെയർ ഭയങ്കര എഫിഷ്യൻ്റാണ്. പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒരുമിച്ച് ഒരാൾ തന്നെ അവരുടെ ഡിമാൻഡിന് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ 7+ hours സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടുമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ഒരു സോളിഡ് 1 day ഫോണായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാം. ഹൈ ഗെയിമിങ്ങും അല്ലാതെ ഭയങ്കര ഫുൾ ടൈം സിനിമാറ്റിക് വീഡിയോ ഒക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഡ്രോപ്പും ബാറ്ററി ബാക്കപ്പ് ഡ്രോപ്പൊക്കെ കാണും. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഭയങ്കരമായിട്ടും ചൂടാവുന്ന ഫോണല്ല ഇത്. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമാറ്റിക് മോഡിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, ഗെയിം കളിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ബാറ്ററി ബാക്കപ്പ് അല്ലെ ബാറ്ററി ഡ്രോപ്പ് വരുന്നൊരു ഫോണല്ല ഇത്. കാരണം എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ GPU 6 GB റാമും ഇതെല്ലാം കൂടെ ഹൈലി എഫിഷ്യൻ്റായിട്ട് അവർ പവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചൂടിൻ്റെ കാര്യത്തിലും ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി ആൻഡ് ഹീറ്റിംഗ് വൈസ് ഇത് ഭയങ്കര ഓക്കെ, അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് ടയറിൽ തന്നെ നമുക്ക് വെക്കാം. കാരണം ഐഫോൺസ് ഈ വട്ടം ബാറ്ററി ബാക്കപ്പ് ഒക്കെ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു സമയത്തിലാണ്. പിന്നെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടൊരു ഫോണാണ്. ഹെവി ഇൻ സെൻസ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഭയങ്കര പ്രീമിയം ബിൽഡുള്ള. അതുകൊണ്ട് തന്നെ ഹെവിനെസ് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ ഫോണിൻ്റെ ജനറൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് ലൈറ്റർ ആസ് പോസിബിൾ. പക്ഷേ ഇവിടെ ഐഫോണിൻ്റെ ഫിലോസഫി നേരെ തിരിച്ചു. ആൻഡ് എനിക്കത് വർക്കൗട്ട് ആവുന്നുണ്ട്. കാരണം കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു നല്ല ഒരു പ്രീമിയം ഫീലാണ് നമ്മുടെ കൈ കിട്ടുന്നത്. വി ഫീൽ ലൈക്ക് ഇറ്റ്സ് മെയ്ഡ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ഭയങ്കര ഹൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഡിസൈൻ വൈസ് എന്താ പറയുക, ദിസ് ഈസ് എ ടിപ്പിക്കൽ ഐഫോൺ. ഡിസൈനിലും R&Dയിലൊക്കെ ഒരുപാട് മില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്ത ഇങ്ങനൊരു ഡിസൈനിലോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ യു ക്യാൻ സീ ദ ബെനിഫിറ്റ്സ്. ഡിസൈൻ വൈസ് ഫ്ലോലെസ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ബട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ കാറ്റഗറി അല്ലെ ബെസ്റ്റ് ഇൻ സ്മാർട്ട് ഫോൺ, റെലവൻ്റ് ആയിട്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഒരു ബെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം. പിന്നെ ഒരു ഐഫോൺ എടുക്കുന്നതിനകത്ത് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് നമ്മളോട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും അതിൻ്റെ ക്യാമറാസാണ്. ക്യാമറാസിന് ഈയിടെ ഫോട്ടോണിക് എഞ്ചിനും അവരുടെ ഡിജിറ്റൽ പ്രോസസ്സിങ്ങും എല്ലാം അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്.
പക്ഷേ എന്നെ സംബന്ധിച്ച് ഫോട്ടോസ് ചില സമയത്ത് ഐഫോൺ ടെൻ ടു മേക്ക് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് ഒരു വാർമർ സൈഡിലോട്ട്, അതേപോലെ തന്നെ അവർക്കൊരു ഫ്ലാറ്റ് ഒരു പ്രൊഫൈൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മെയിൻലി ഞാൻ എപ്പോഴും പിക്സൽ ക്യാം യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കും ഐ സ്റ്റിൽ പ്രിഫർ ആ കോൺട്രാസ്റ്റ് ഇമേജ്. ഒരു ഫോട്ടോയിൽ എനിക്കിഷ്ടപ്പെടുന്നത് ഒരു പിക്സലിൻ്റെ കോൺട്രാസ്റ്റ് ഇമേജ്. ഇപ്പം ബ്ലൈൻഡ് സ്മാർട്ട് ഫോണിൻ്റെ സൈഡിലോ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ അതേ സെയിം കാര്യം തന്നെയാണ് പറയണത്. എന്നും പറഞ്ഞാൽ ഐഫോണിൻ്റെ ബാഡാന്നല്ല, അല്ലെ കൊള്ളില്ല എന്നല്ല. ഐഫോണിൻ്റെ ക്യാമറാസ് ആർ എക്സ്ട്രീംലി ഗുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിക്സലും സാംസങ്ങും ഐഫോണും ഏറെക്കുറെ ഒരേപോലെ. അതിനകത്തുനിന്നൊരു ഫേവറേറ്റ് ഉണ്ടെങ്കിൽ അതൊരു ചിലപ്പോൾ പിക്സലായിരിക്കും, രണ്ടാമത് ഐഫോൺ ആയിരിക്കാം. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ഐഫോണിൻ്റെ ക്യാമറ വെൽ അബോവ് ആവറേജാണ്. ബട്ട് അവരുടെ ഫോട്ടോണിക് എഞ്ചിൻ എല്ലാ വർഷവും ഇംപ്രവൈസ് ചെയ്യും, എല്ലാ സോഫ്റ്റ്വെയറിലും കൂടെ. അതുകൊണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോൺട്രാസ്റ്റ് ഇമേജസ് വരാം. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ബെസ്റ്റ് ഇൻ ദ ടിയർ ആവാം. അതിനകത്തെ ഹാർഡ്വെയർ 48 MB പുതിയതായിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വെൽ എക്യുപ്ഡാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് വന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്. പക്ഷേ വീഡിയോസിനകത്തോട്ട് വരുന്ന സമയത്ത് ലെറ്റ്സ് ഐഫോണിനെ തോപ്പിക്കാൻ വേറെ ഒന്നുമില്ല, ചന്തുവിനെ തോപ്പിക്കാൻ വേറെ ആരുമില്ല എന്ന് പറയുന്നതിന് കണക്ക് വീഡിയോസിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ അവരുടെ മറ്റേ പുതിയ സ്റ്റെബിലൈസേഷൻ ഫീച്ചേഴ്സും സിനിമാറ്റിക് മോഡും എല്ലാം കൊണ്ട് ഭയങ്കര രസം അത് ഉപയോഗിക്കാം, സൂപ്പർബാണ്. അതുകൊണ്ട് വീഡിയോ ഫ്രണ്ടും സ്റ്റെബിലൈസേഷൻ ഫ്രണ്ടും കളർ ഫ്രണ്ടും ഒന്നും നോക്കണ്ട, നിങ്ങൾ കണ്ണടച്ചോ. ക്യാമറ വൈസ് ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇച്ചിരി റിയൽ ടോക്സിലേക്കാവാം. ഐഫോണിൻ്റെ അടിപൊളി ഡിസ്പ്ലേ ആണ്, സ്പീക്കേഴ്സ് ഫിനോമിനൽ സ്പീക്കേഴ്സാണ്, അടിപൊളിയാണ്, UI അടിപൊളിയാണ്, ക്യാമറ അടിപൊളിയാണ്, എല്ലാം കൊണ്ട് ഐഫോൺ ഭയങ്കര നൈസാണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ബെസ്റ്റ് അല്ല എന്ന് പറയുന്നു, കാരണം എനിക്ക് ഒരു ഡൗൺ സൈഡായിട്ട് തോന്നിയ ഡൈനാമിക് ഐലൻഡാണ്. ഡൈനാമിക് ഐലൻഡ് എല്ലാവരും ഭയങ്കരമായിട്ട് പൊക്കി പറയുമ്പോൾ എനിക്കത് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ വലിയൊരു നോച്ച് വീഡിയോൻ്റെ നടുക്ക് വന്നിരിക്കുന്നൊരു ഫീലാണ്. എനിക്കതത്ര പിടിച്ചില്ല. മേ ബി അതിൻ്റെ ഓണർ പറഞ്ഞത് പുള്ളിക്കാരൻ പെട്ടെന്ന് യൂസ്ഡ് ആയി. പക്ഷേ എനിക്കത് ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് തോന്നിയെങ്കിലും പക്ഷേ അത് ഭയങ്കര യൂസ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. പിന്നെ ഡൈനാമിക് ഐലൻഡ് ഫ്യൂച്ചറിൽ എന്തായാലും ഇംപ്രവൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഡൈനാമിക് ഐലൻഡിൻ്റെ ഹാർഡ്വെയറും ഇതിൻ്റെ 48 MB ക്യാമറയുടെ ഹാർഡ്വെയറുമാണ് ഈ ഫോണിനെ ഫ്യൂച്ചർ പ്രൂഫ് ആക്കുന്നത്. ഐഫോൺ 14 Pro എന്ന് പറയുന്നൊരു ഫോൺ ഭയങ്കര ഫ്യൂച്ചർ പ്രൂഫാണ്. ഫ്യൂച്ചർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മിനിമം ഒരു 4 years അത് ടോപ്പ് ടിയർ പോലെ ഓടാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ ഈ വീഡിയോ സ്പോൺസർ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്ത് കോണ്ടൻറ്റാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ പറയൂ. ലാസ്റ്റ് വേർഡിക്റ്റ് ഇതാ, സോഷ്യൽ സ്റ്റാറ്റസിനും ക്യാമറയ്ക്കും ഒരു ഐഫോൺ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ പൈസ ഉണ്ട്, യു ക്യാൻ ബ്ലൈൻഡ്ലി ഗോ ഫോർ ദിസ്. അതേസമയം നിങ്ങൾക്ക് ബെസ്റ്റ് ഇൻ ദ ടിയർ സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് അല്ലെ ബെസ്റ്റ് ഇൻ ദ ടിയർ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ വേണേ ഞാൻ നിങ്ങളോട് 6 or 7 Proയും സാംസങ് S22 Ultra'യും ചെക്ക് ഔട്ട് ചെയ്യാൻ പറയും. സോ അത്രേ ഉള്ളൂ. താങ്ക് യു. ഇത്രേ ഉള്ളൂ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെൽ മീ വാട്ട് യു വോണ്ട് ടു സീ. ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് കോണ്ടൻറ്റാണ് കാണേണ്ടതെന്ന് പറയുക.